പ്രൈസ് ദി ലോർഡ്. നമുക്കൊരു വാക്ക് പ്രാർത്ഥിച്ച് ഇന്നത്തെ ബൈബിൾ സ്റ്റഡിയിലേക്ക് പ്രവേശിക്കാം. ഞങ്ങളുടെ കർത്താവും ഞങ്ങളുടെ ദൈവവുമേ, ഒരു ദിവസം കൂടെ തൃപ്പാദത്തിൽ വരുവാനും അവിടുത്തെ മാറ്റമില്ലാത്ത വചനത്തിൻ്റെ മുമ്പിൽ ഞങ്ങളെ ഏൽപ്പിക്കുവാനും സ്വർഗത്തിലെ ദൈവം തന്ന കൃപയ്ക്കായി ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു. ഇതിൻ്റെ അക്ഷരങ്ങൾ ഞങ്ങൾ പഠിക്കുന്നതിന് ഉപരിയായി ഇതിൻ്റെ ആത്മീയ അർത്ഥങ്ങൾ, ഇതിനകത്തുള്ള സത്തും സമ്പത്തും അടിയങ്ങളെ ഏൽപ്പിക്കുവാൻ അങ്ങേക്ക് തിരിഹിതമാകണമേ. പരിമിതമായ സമയത്തിനുള്ളിൽ ഞങ്ങൾക്ക് ലഭിച്ച സാഹചര്യങ്ങളിൽ ഞങ്ങൾ അങ്ങയുടെ വചനത്തിൻ്റെ മുമ്പിൽ ഇരിക്കട്ടെ. മറിയ നല്ല അംശം തിരഞ്ഞെടുത്തു, ആരും അവളിൽ നിന്ന് അപഹരിക്കയില്ല എന്ന് പറഞ്ഞതുപോലെ ഒരു നല്ല അംശത്തിനു വേണ്ടി ഞങ്ങളെ ഏൽപ്പിക്കുന്നു. കർത്താവ് അത് ചെയ്യണം. അത് യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. ഇന്ന് ഞാൻ യോശുവയുടെ പുസ്തകമാണ് പഠിക്കാൻ ആഗ്രഹിക്കുന്നത്. യോശുവ പഴയ നിയമത്തിൻ്റെ ചരിത്രപുരുഷനായിരുന്ന യോശുവയെ കുറിച്ചാണ്, അദ്ദേഹത്തിൻ്റെ ജീവിതം സംബന്ധിച്ചാണ്, അദ്ദേഹത്തിൻ്റെ ജീവിത അനുഭവങ്ങൾ ചേർത്താണ് യോശുവയുടെ പുസ്തകം. വേദപുസ്തകത്തിലെ 6ാമത്തെ പുസ്തകമാണ് യോശുവയുടെ പുസ്തകം. ആദ്യത്തെ 5 പുസ്തകങ്ങൾ എഴുതിയ മോശയുടെ കാലശേഷം ഇസ്രായേലിൻ്റെ ഭരണം ഏറ്റെടുത്ത യോശുവയാണ് ഈ പുസ്തകത്തിലെ പ്രധാന പ്രതിപാദ്യ പുരുഷൻ. പഴയ നിയമത്തിൽ ആകപ്പാടെ 12 ചരിത്ര പുസ്തകങ്ങളുണ്ട് എന്നാണ് വെപ്പ്. അല്ലെങ്കിൽ വേദപഠിതാക്കൾ അതിനെ 12 ചരിത്ര പുസ്തകങ്ങൾ എന്ന് വിളിക്കുന്നു. അതിൽ 1ാമത്തെ ചരിത്ര പുസ്തകവുമാണ് യോശുവയുടെ പുസ്തകം. യോശുവ, ജഡ്ജസ് ന്യായാധിപന്മാർ, രൂത്ത്, 1 ശമൂവേൽ, 2 ശമൂവേൽ, 1 രാജാക്കന്മാർ, 2 രാജാക്കന്മാർ, 1 ദിനവൃത്താന്തം, 2 ദിനവൃത്താന്തം, യെസ്ര, നെഹമ്യ, എസ്തർ എന്നീ പുസ്തകങ്ങൾ ഒരുമിച്ച് ചേരുന്നതാണ് 12 ഹിസ്റ്റോറിക്കൽ ബുക്സ്, ചരിത്രപരമായ പുസ്തകങ്ങൾ. അതിനകത്തേക്ക് പ്രവേശനത്തിന് യോശുവയാണ് നമുക്ക് അവസരം തരുന്നത്. പഴയ നിയമത്തിലെ ചരിത്ര പുരുഷനായി യോശുവയാണ് ഇതിലെ പ്രധാന വ്യക്തിത്വമെന്ന് ഞാൻ നേരത്തെ ചൂണ്ടിക്കാട്ടി. അദ്ദേഹത്തെ ചുറ്റിപ്പറ്റിയുള്ള ചരിത്രങ്ങളും ദൈവിക ഇടപെടലുകളും അത്രേ ഈ പുസ്തകത്തിൻ്റെ വിശദീകരണം. യോശുവ എന്ന ദൈവമനുഷ്യന്റെ മുമ്പിൽ തൻ്റെ ശുശ്രൂഷ ഏൽക്കുന്നതിന് തൊട്ട് യഹോവയായ ദൈവം നേരിട്ട് വെളിപ്പെടുകയും മോശയ്ക്ക് പർവ്വതമുകളിൽ വെച്ച് കൊടുത്ത വെളിപ്പാടിൻ്റെ ബാലൻസ് എന്ന വണ്ണം അദ്ദേഹത്തോട് സംസാരിക്കുകയും ചെയ്തു. എൻ്റെ ദാസനായ യോശുവ, നിന്റെ മേൽ കൈവച്ചിട്ടുണ്ട്, നിന്റെ മേൽ ഒരു അഭിഷേകമുണ്ട്, അതെൻ്റെ കൽപ്പനയാൽ നിന്റെ മേൽ വന്നതാണ്. ഞാൻ മോശ മുഖേന, ഒരു കൈവപ്പ് മുഖേന നിന്നിലേക്ക് പകർന്നതാണ് എന്നിത്യാദി ആശയങ്ങൾ പറഞ്ഞു. ദൈവത്തിൻ്റെ സൈന്യത്തിൻ്റെ അധിപനെ അദ്ദേഹം നേരിട്ട് കണ്ടു. അത് യേശുക്രിസ്തുവിൻ്റെ ഒരു പഴയ നിയമ വെളിപ്പാടാണ്, അല്ലെങ്കിൽ ഒരു തിയോഫനിയാണ് എന്ന് നമ്മൾ കരുതുന്നു. അത്രയും അനുഭവങ്ങളുള്ളതാണ് ഈ യോശുവയ്ക്ക്. ഈ പുസ്തകം കനാനിൽ പാർത്തിരുന്ന 30ഓളം ജാതികളെ സ്വർഗത്തിലെ ദൈവം നീക്കി സ്വന്തം ജനമായ ഇസ്രായേലിന് ഈ ഭാഗങ്ങൾ കൊടുക്കുന്നതാണ് ഇതിലെ പ്രധാന പ്രതിപാദ്യ വിഷയങ്ങളുടെ ഒരു വശം. യോശുവയെ ചുറ്റിപ്പറ്റിയുള്ള ചരിത്രമാണ്. ദൈവം അവരെ മിസ്രയീമിൽ നിന്നിറക്കി. യോശുവയും മിസ്രയീമിൽ നിന്നിറങ്ങിയവരിൽ ഒരുവനാണ്. യുദ്ധം ചെയ്ത് കനാൻ ദേശം പിടിച്ചെടുത്തു. ആ ഭാഗങ്ങൾ ഇസ്രായേലിന് വേണ്ടി പകുത്തു കൊടുത്തു. പിടിച്ചെടുത്തത് കൊണ്ട് തന്നെ നിർത്തിയില്ല, എത്തേണ്ടവൻ്റെ കരങ്ങളിൽ എത്തണം. ഞാൻ പറഞ്ഞു, പുറപ്പാട് പുസ്തകം എടുത്തപ്പോൾ ഞാൻ പറഞ്ഞു, എവിടെ നിന്നെങ്കിലും സ്വാതന്ത്ര്യം കൊടുത്ത് വിടുവിക്കുകയല്ല ദൈവത്തിൻ്റെ പ്രധാന ലക്ഷ്യം, എത്തേണ്ടിടത്ത് എത്തിക്കുക. അതുപോലെ തന്നെ ഇവിടെ വാഗ്ദത്ത ദേശം യുദ്ധം ചെയ്ത് പിടിച്ചെടുത്തത് കൊണ്ട് തീർന്നില്ല, അത് എത്തേണ്ട കൈകളിൽ എത്തിക്കുവാൻ അളവ് നൂൽ മനോഹര ദേശങ്ങളിൽ വീണ് ജനത്തിനു വേണ്ടി പകുക്കുവാൻ ദൈവം യോശുവയെ ഉപയോഗിച്ചു. എന്തുകൊണ്ടാണ് ഈ ജാതികളെ ദൈവം മാറ്റിയത്? കനാനിൽ പാർത്തിരുന്ന ഏതാണ്ട് 30ഓളം ജാതികളെ, രാജാക്കന്മാരെ, 30ലധികം ജാതികളെ, രാജാക്കന്മാരെ ദൈവം എന്തുകൊണ്ട് തുടച്ചു നീക്കി? അവരെയും അവരുടെ ആരാധന സമ്പ്രദായങ്ങളെയും എടുത്തു കളഞ്ഞ് യഹോവ എന്ന ഏകസത്യ ദൈവത്തിൻ്റെ മുമ്പിൽ ദേശം സമർപ്പിക്കുവാൻ ദൈവം തീരുമാനിച്ചതിൻ്റെ കാരണം എന്ത്? ഉൽപ്പത്തി പുസ്തകം 15-ാം അധ്യായത്തിൻ്റെ 16-ാമത്തെ വാക്യം നോക്കിയാൽ ഈ ജാതികളെ ദൈവം മാറ്റുവാൻ കാര്യം അവരുടെ ആകൃത്യം തികയുവാൻ ദൈവം അവസരം അനുവദിച്ചതാണ്. അവരുടെ ആകൃത്യം തികഞ്ഞു. ഇവരകൃത്യം ചെയ്യുന്നവരായിരുന്നു, അവരുടെ ആകൃത്യം തികഞ്ഞു. അത് വളരെ പ്രധാനമായൊരു വിഷയം.
ആ സ്വർഗത്തിലെ ദൈവം അബ്രഹാമിനോടൊരു വാഗ്ദത്തം പറഞ്ഞു, ഞാൻ നിനക്കും നിന്റെ സന്തതിക്കും ആ ദേശം കനാൻ വാഗ്ദത്തദേശമായി തന്നിരിക്കുന്നു. എൻ്റെ സൃഷ്ടിയാണിത്, എൻ്റെ വകയാണിത്. കനാന്യരെ ഞാൻ അവിടെ നിന്ന് മാറ്റിയ ശേഷം ആ ദേശം നിനക്ക് തരും, അത് എൻ്റെ സ്വന്തം വകയാണ് എന്ന് പറഞ്ഞു. ഒരു മനുഷ്യന് 10 വാടക വീടുകളുണ്ടെങ്കിൽ, അല്ലെങ്കിൽ സ്വന്തമായി 10 വീടുകളുണ്ടെങ്കിൽ, അവ വാടകയ്ക്ക് കൊടുത്തിരിക്കുകയാണെങ്കിൽ, അതിനകത്ത് മോശമായി പെരുമാറുന്ന ഒരുവനെ ആ ഒരു വീട്ടിൽ നിന്ന് മാറ്റി മറ്റൊരുവനെ പാർപ്പിക്കുവാനുള്ള പൂർണ്ണ അധികാരം വീടിൻ്റെ ഉടമസ്ഥനുള്ളതാണ്. ഇതുപോലെ തന്നെ സകല ഭൂമിയും അതിൻ്റെ പൂർണ്ണതയും യഹോവയുടെ വകയാണ്. ഒരുവൻ അതിനകത്ത് പാർക്കുന്നവൻ ദൈവത്താൽ നിയോഗിക്കപ്പെട്ടവൻ അല്ലെങ്കിൽ അവൻ്റെ അകൃത്യം ചെയ്യുന്നവനാണെങ്കിൽ അവൻ്റെ അകൃത്യം തികയുന്നതോടുകൂടെ ദൈവം അവിടുന്ന് മാറ്റും എന്നതും യാഥാർത്ഥ്യം. ഉൽപ്പത്തി 15:16 അബ്രഹാമിനോട് ദൈവം പറഞ്ഞു, നിന്റെ സന്തതി സ്വന്തമല്ലാത്ത ദേശത്ത് ഒരു 400 വർഷം പരദേശവാസം ചെയ്യേണ്ടി വരും. 400ഓളം എന്ന് നമ്മൾ എടുത്തേ മതിയാവും. കാര്യം 400-ലധികം വർഷങ്ങൾ അവിടെ പാർത്തു. കാരണം അതുകൊണ്ട് മാത്രമേ ഈ അമോര്യരുടെ അകൃത്യം തികയത്തുള്ളൂ. ഇന്ന് ദേശത്ത് പാർക്കുന്നവരെ ഒരുമിച്ച് വിളിക്കുന്ന ഒരു പേരാണ് അമോര്യർ. അതായത് കനാനിൽ പാർത്ത ജനമാണ്. അവരകൃത്യം ചെയ്യുന്നവർ, അവരുടെ അകൃത്യം തികയാതെ ഞാൻ മാറ്റത്തില്ല. ചില പ്രത്യേക വിഷയങ്ങൾക്ക് വേണ്ടി ദൈവം ഇങ്ങനെ സമയം അനുവദിക്കുമെന്ന് കാണാം. അകൃത്യം തികയുവാൻ പലതിനും വേണ്ടി ദൈവം പലർക്കും സമയം അനുവദിക്കും. ഒരു ഉദാഹരണം കൂടെ ഞാൻ ചിന്തിക്കാം. ഇസ്രയേലിനെ വളർത്തുവാൻ മിസ്രൈമിൽ ഒരു 430 വർഷം പാർപ്പിച്ചു. ഇസ്രയേലിനെ വളർത്തേണ്ടതിനാണ് മിസ്രൈമിൽ കൊണ്ടുപോയത്. ജോസഫിനെ ആദ്യമേ അവിടെ വിട്ടു. തന്നെ അവിടെ വിടുവാൻ കാരാഗ്രഹത്തിലൂടെ രാജാവിൻ്റെ കൊട്ടാരം വരെ കൊണ്ടുപോയി നേരത്തെ തന്നെ തനിക്ക് കൊടുത്തിരുന്ന വെളിപ്പാടുകൾ സഫലമാക്കി തൻ്റെ സ്വന്തം ജനമായി ഇസ്രയേലിനെ കൊണ്ടുവന്നവിടെ പാർപ്പിച്ച് അവരെ വളർത്തുവാനും ഒറ്റിപ്പുലർത്തുവാനും ജോസഫിനെ അയച്ചു. താൻ ഒത്തിരി ത്യാഗവും കഷ്ടവും സഹിക്കേണ്ടി വന്നു. അതിനെ തുടർന്ന് ആ ജനം അവിടെ പോയി. 430 വർഷം അവരെ ദൈവം മിസ്രൈമിൽ പാർപ്പിച്ചു. എന്തിനു വേണ്ടി? ഒന്ന്, ആ ജനം വളരണം. കനാൻ പിടിച്ചെടുക്കത്തക്കവണ്ണം അവർ വളർന്നേ മതിയാകും. കനാനിൽ പാർക്കത്തക്കവണ്ണം അവർക്ക് അംഗസംഖ്യ ഉണ്ടാകണം. അവരുടെ അംഗസംഖ്യ തീരെ കുറവാണെങ്കിൽ കാട്ടുമൃഗങ്ങൾ കയറി കനാനിൽ പാർക്കും. അതിനെ നേരിടുവാൻ കഴിയേണ്ടതിന് ആവശ്യത്തിന് സ്ട്രെങ്ത്, ജനസംഖ്യ വേണം. അതാകുന്നത് വരെ പാർപ്പിച്ചു. 2, അമോര്യരുടെ അകൃത്യം തികയാണ്. ഇനിയും ദൈവം ഈ ഇസ്രായേൽ ജനത്തെ മരുഭൂമിയിലേക്ക് കൊണ്ടുവന്നു. വെറും 11 ദിവസത്തെ വഴിയാണ് മരുഭൂമി യാത്രയ്ക്ക് ആക്ച്വലി ഉള്ളത്. പക്ഷെ ദൈവം അതിനെ നീട്ടി 40 വർഷമാക്കി. എന്തിനായിരുന്നു ഈ 40 വർഷമാക്കിയത്? ഒരു കാലഘട്ടം അനുവദിക്കുകയായിരുന്നു. മിസ്രൈമിലെ അടിമത്വത്തിൽ ജനിച്ച ജനം, മിസ്രൈമിൻ്റെ അടിമത്വം കണ്ടു വളർന്ന ജനം, ആ മിസ്രൈമി അടിമത്വ സ്വഭാവത്തിൽ നിന്നും മാറി അവരിലേക്ക് 4 തലമുറകളായി കലർന്നുപോയ അവരിലുള്ളതായ ആ അന്ധധാരണയെയും വിശ്വാസത്തെയും മിസ്രൈമിനെയും മാറ്റിയെടുത്ത് അവരിൽ നിന്ന് പറിച്ചെറിഞ്ഞ് ഒരു പുതിയ തലമുറയെ ഉണ്ടാക്കിയെടുക്കുവാൻ പ്രകാശത്തിൻ്റെ കീഴിൽ ജനിച്ചൊരു തലമുറ രംഗത്ത് വരേണ്ടതിന് 40 വർഷം വേണ്ടി വന്നു. മറ്റ് കണക്കുകളുണ്ട്, ഞാൻ ആ കണക്കിലേക്ക് വരാം. അങ്ങനെ ഒരു തലമുറയെ മാറ്റി അടുത്തൊരു തലമുറ ഉണ്ടാക്കുവാൻ 40 വർഷം ദൈവം അവർക്ക് അനുവദിച്ച് നൽകി. ആ അകൃത്യമായി ഉള്ളവർക്ക് ദൈവം 400 മുതൽ 500 വരെ വർഷങ്ങൾ അനുവദിച്ചു കൊടുത്തു. കാര്യം 430 വർഷം ജനം മിസ്രൈമിൽ പാർത്തു. അവിടുന്നാണ് ദൈവം അവർ മരുഭൂമിയിലെത്തുന്നത്. മരുഭൂമിയിൽ അടുത്ത 40 വർഷം കഴിഞ്ഞു. അങ്ങനെയാണെങ്കിൽ അബ്രഹാമിനോട് വാക്ക് പറഞ്ഞ ശേഷം ഏതാണ്ട് 500ഓളം വർഷങ്ങൾ കഴിഞ്ഞിരിക്കുന്നു. അത് കഴിഞ്ഞാണ് കനാൻ ദൈവജനത്തിന് അനുവദിച്ചത്. ഞാൻ യോശുവയെക്കുറിച്ച് 1-2 പദങ്ങൾ പറയട്ടെ. യോശുവ, അദ്ദേഹത്തിൻ്റെ പഴയ പേർ ഹോശായ എന്നായിരുന്നു. ഹോശായ. സംഖ്യാപുസ്തകം 13-ാം അധ്യായത്തിൻ്റെ 8-ാമത്തെ വാക്യത്തിൽ ഈ വാക്യം കാണാം. അദ്ദേഹത്തിൻ്റെ പഴയ പേർ നൂൻ്റെ മകനായ ഹോശയ എന്നായിരുന്നു. എന്നാൽ 13-ാം അധ്യായത്തിൽ തന്നെ അതിൻ്റെ 16-ാമത്തെ വാക്യത്തിൽ മോശ ഈ മനുഷ്യൻ്റെ പേര് മാറ്റി അദ്ദേഹത്തിന് യോശുവ എന്ന് പേര് കൊടുത്തു. യോശുവ എന്ന പേര് എബ്രായിലും അതുതന്നെ ഗ്രീക്കിലും ഒക്കെ ഉണ്ട്. ഈ പേരിൻ്റെ യഥാർത്ഥ അർത്ഥം ഗ്രീക്കിൽ പ്രധാനമായിട്ടും ആ പേരിൻ്റെ അർത്ഥം യഹോവ എൻ്റെ രക്ഷകനെന്ന. അങ്ങനെയാണെങ്കിൽ രക്ഷകനായ ഒരു ദൈവം ഉണ്ട് എന്ന് കാണിക്കുന്നത് ഇതേ വാക്കാണ് യേശു. അങ്ങനെ ഗ്രീക്കിൻ്റെ ഭാഷകളൊക്കെ നോക്കിയാൽ ഈ പേരിനൊരർത്ഥമുണ്ട്. യുദ്ധം ചെയ്യുന്നത് യോശുവയാണെങ്കിലും ജയം തരുന്നത് ദൈവമാണ് എന്നൊരാശയമാണ് ഈ പേരിലുള്ളത്.
ദൈവം പ്രത്യേക ഉദ്ദേശങ്ങൾക്ക് വേണ്ടി പലരെയും വിളിക്കുമ്പോൾ പലരുടെയും പേര് മാറ്റാറുണ്ട്. അബ്രഹാമിനെ ദൈവം വിളിച്ച് അബ്രഹാം എന്ന് പേര് മാറ്റി, സാറായിയെ ദൈവം വിളിച്ച് സാറ എന്ന് പേര് മാറ്റി. കാര്യം ബഹുജാതികൾക്ക് പിതാവും ബഹുജാതികൾക്ക് മാതാവുമാക്കേണ്ടതിന് അവരുടെ പേര് മാറ്റേണ്ടത് ദൈവത്തിന് ആവശ്യമായിരുന്നു. ദൈവം അത് ചെയ്തു. ദൈവം യോശിയാവെ വിളിച്ച് ഹോശിയാവെ വിളിച്ച് അദ്ദേഹത്തെ യോശുവയാക്കി മാറ്റി. ദൈവം എന്നെ വിളിച്ച് എന്ത് പുതിയ പേരിട്ടു എന്ന് അന്വേഷിക്കുന്നവർക്കായി സ്തോത്രം. ഓരോ അർത്ഥമുള്ള പേരുകൾ സ്വർഗത്തിലെ ദൈവം തരട്ടെ. യോശുവയാണ് ഇതിൻ്റെ ഓതർ, ഇതിൻ്റെ എഴുത്തുകാരൻ ആര് എന്നതാണ് നമ്മൾ സാധാരണ രണ്ടാമതായി ചിന്തിക്കുന്നത്. ഇതിൻ്റെ എഴുത്തുകാരൻ ആരാണ്? പഴയ നിയമത്തിൻ്റെ ചരിത്രപുരുഷനായ യോശുവ തന്നെയാണ് ഇതിൻ്റെ എഴുത്തുകാരൻ എന്ന് യഹൂദ മതം പൊതുവെ അംഗീകരിക്കുന്നു. യോശുവയുടെ പുസ്തകമെന്നാണ് ഇതിനെ വിളിക്കുന്നത് പോലും. യോശുവ 24:26 യോശുവയുടെ പുസ്തകം 24-ാം അധ്യായം 26 യോശുവ എഴുതി എന്ന് വ്യക്തമായി കാണാം. ഇന്റേണൽ എവിഡൻസ്, ഇതിൻ്റെ എഴുത്തുകാരൻ യോശുവയാണെന്നുള്ളതിൻ്റെ ഒന്നാമത്തെ ഇന്റേണൽ എവിഡൻസ് 24-ാം അധ്യായത്തിൻ്റെ 26-ാമത്തെ വാക്യമാണ്. യോശുവ ഒരു പുസ്തകത്തിൽ എഴുതി വെച്ചു, യഹോവയുടെ പുസ്തകത്തിൽ എഴുതി വെച്ചു. യോശുവ 5-ാം അധ്യായത്തിൻ്റെ 6-ാമത്തെ വാക്യത്തിൽ 5-ാം അധ്യായത്തിൻ്റെ 6-ാമത്തെ വാക്യത്തിൽ നമുക്ക് എന്ന പ്രയോഗം കാണാം. ഈ പുസ്തകത്തിൽ അവിടെയും ഇവിടെയും പ്രത്യേകിച്ചും പല തർജ്ജമകളും പല പ്രിന്റിങ്ങുകളും ഉണ്ട്, പല എഡിഷനുകളുണ്ട്. അവയിൽ പല എഡിഷനുകൾ മാറി മാറി വായിച്ചാൽ നമുക്ക്, നാം, നമ്മൾ എന്ന പ്രയോഗം ഇതിനകത്ത് കാണാം. എന്ന് പറഞ്ഞാൽ യാത്ര ചെയ്തവരുടെ കൂട്ടത്തിൽ യോശുവ ഉണ്ട്, തിരഞ്ഞെടുക്കപ്പെട്ടവരുടെ കൂട്ടത്തിൽ യോശുവ ഉണ്ട്, നടന്നവരുടെ കൂട്ടത്തിൽ യോശുവ ഉണ്ട്, നന്മയും തിന്മയും അനുഭവിച്ചവരുടെ കൂട്ടത്തിൽ യോശുവ ഉണ്ട്. ഇതെല്ലാം ഉണ്ട് എന്ന് കാണിക്കുന്നതാണത്. നമുക്ക് എന്ന പ്രയോഗം കാണാം. ഇനിയും ഇസ്രയേൽ മിസ്രയീമിൽ നിന്ന് വന്ന് കനാനിൽ കയറി അധിക ദിവസങ്ങൾ കഴിയുന്നതിന് മുന്നമേ യുദ്ധം ചെയ്ത് നാട് പിടിച്ചു. അതാത് വംശങ്ങൾക്ക്, വർഗങ്ങൾക്ക്, നേതാക്കന്മാർക്ക് പകുത്തു കൊടുത്തു. അധികം താമസിക്കാതെയാണ് ഈ പുസ്തകം എഴുതിയത്. കാരണം രാഹാബ് എന്നൊരു വേശ്യയെ കാണും. വേശ്യ എന്ന പദം ഞാൻ ഉപയോഗിച്ചത് കൊണ്ട് അവൾ വേശ്യാവൃത്തിയിൽ ഉപജീവനം കഴിക്കുന്നു എന്നൊരർത്ഥം അതിനില്ല എന്ന് വാദിക്കുന്ന വേദപണ്ഡിതാക്കളുണ്ട്. ഇന്നത്തെ ഹോട്ടലുകൾ എന്ന വണ്ണം കഴിഞ്ഞ കാലങ്ങളിൽ യാത്രക്കാർക്ക് യാത്ര ചെയ്യാൻ വേണ്ടി ഉപയോഗിച്ചിരുന്ന ചില സത്രങ്ങൾ, വഴിയമ്പലങ്ങൾ, അവിടെ എക്സ്ട്രാ ഓർഡിനറി എൻ്റർടൈൻമെൻറ്റ്സ് ഉണ്ടായിരുന്നു എന്നത് ഒഴിച്ചാൽ വേശ്യാകർമ്മം നടന്നിരുന്നതായി അറിഞ്ഞുകൂടാ, അല്ലെങ്കിൽ അതിന് തെളിവില്ല എന്നൊക്കെ വേദപണ്ഡിതാക്കൾ അഭിപ്രായപ്പെടുന്നുണ്ട്. എക്സ്ട്രാ ഓർഡിനറി ആയ എൻ്റർടൈൻമെൻറ്റ് കർമ്മങ്ങൾ നടത്തിക്കൊണ്ട് നല്ല ഹോട്ടൽ പോലെ നടത്തിയിരുന്ന വന്ന ഒന്നായിരുന്നു ആ രാഹാബ് എന്ന സ്ത്രീക്കുണ്ടായിരുന്ന സ്ഥാപനം. പക്ഷെ അങ്ങനെ നടത്തുന്നവരെ അന്ന് വേശ്യമാരെന്ന് വിളിച്ചിരുന്നത് കൊണ്ട് രാഹാബ് എന്ന വേശ്യ എന്ന പദമുണ്ട്. രാഹാബ് അന്നും ജീവനോടിരിക്കുന്നു എന്ന് മറക്കരുത്. ആരാണ് ഈ യോശുവ എന്ന് ഞാൻ ഒരു പടി കൂടെ ഇറങ്ങി ചിന്തിക്കാൻ പോവാം. അടിമത്വത്തിൽ മിസ്രയീമിൽ ജനിച്ചവൻ, മോശയുടെ വരവിങ്കൽ ജനത്തോടൊപ്പം ചോരത്തളിയും പെസഹയും ആചരിച്ച് ദൈവത്തെ ആശ്രയിച്ച് വിശ്വസിച്ച് ഇറങ്ങിത്തിരിച്ചവൻ, അത്ഭുതങ്ങൾക്ക് സാക്ഷ്യം വഹിച്ചവൻ, 12 നേതാക്കന്മാരെ ഇസ്രയേലിൽ നിന്നും തിരഞ്ഞെടുത്ത് കനാൻ ദേശം ഒറ്റുനോക്കുവാൻ അയക്കുമ്പോൾ 12 പേരിൽ ഒരുവനായി മാറിയവൻ, ഒടുവിൽ മോശയുടെ സ്വന്തം വേലക്കാരനായി, തൻ്റെ കൈക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കുന്ന ആളായി, ഇന്നത്തെ ഭാഷയിൽ ഒരളവിൽ മോശയോട് ചേർന്ന് നിൽക്കുന്ന സെക്രട്ടറിയെ പോലെ ഉയർത്തപ്പെട്ടവനാണ്. മോശയോടൊപ്പം പർവ്വതത്തിൻ്റെ പകുതി വരെ കയറുകയും സമാഗമന കൂടാരം വന്ന ശേഷം കൂടാരത്തിൽ നിന്ന് വിട്ടുപിരിയാതെ ദൈവസാന്നിധ്യത്തിൽ ഇരുന്ന് അനുഭവിച്ചവനുമാണ് ഈ യോശുവ. അത്ഭുതങ്ങൾ കണ്ടു, അത്ഭുതങ്ങൾ ചെയ്യുന്ന മോശയോട് ഒന്നിച്ചു നിന്നു, അടുത്തടുത്ത് കണ്ടു. നേതാക്കന്മാരിൽ പലരും മോശയോട് വിഘടിച്ചപ്പോൾ വിഘടിക്കാൻ പോകാതെ അകത്തെ സത്യങ്ങൾ തിരിച്ചറിഞ്ഞ് മോശയോടുകൂടെ നിൽപ്പാൻ അദ്ദേഹത്തിന് കൃപ ലഭിച്ചു. അവസാനം ഇവൻ ഇസ്രയേലിലെ യുദ്ധവീരനായി ഇസ്രയേലിന് വേണ്ടി യുദ്ധം ചെയ്ത നേതൃത്വത്തിൽ യോശുവ എത്തി. അതെ, ഈ യോശുവയെ ചുറ്റിപ്പറ്റിയായിരുന്നു ഈ ചരിത്രം. യോശുവയുടെ സ്വഭാവത്തിൽ ചില പ്രത്യേകതകളുണ്ട്. എന്തായിരുന്നു തൻ്റെ സ്വഭാവത്തിൻ്റെ പ്രത്യേകത? അനുസരണം, വിശ്വാസം, ധൈര്യം, പൂർണ്ണ സമർപ്പണം, ദൈവസാന്നിധ്യം അന്വേഷിക്കുന്ന സ്വഭാവം, അതിൽ പൂർണ്ണമായി ആശ്രയിക്കുന്ന പ്രത്യേകത. ഇതൊക്കെ തൻ്റെ സ്വഭാവത്തിൻ്റെ പ്രത്യേകതകളായിരുന്നു. അനുസരണത്തിൽ മോശയോട് ഒറ്റ പ്രാവശ്യം പോലും വിഘടിക്കുന്നതായോ ഒരൊറ്റ എതിരഭിപ്രായം പറയുന്നതായോ കാണാനില്ല. തൻ്റെ ദൈവത്തെ, താൻ മോശയെ അനുസരിച്ചു. തൻ്റെ വിശ്വാസം ഭയങ്കരമായിരുന്നു. സൂര്യനോടും ചന്ദ്രനോടും വരെ താൻ കൽപ്പിച്ചാൽ അവ അനുസരിക്കുമെന്ന ആ വലിയ ധൈര്യവും വിശ്വാസവും ദൈവം കൊടുത്തു. തൻ്റെ ധൈര്യം,
വെട്ടിക്കൊല്ലുവാൻ വേണ്ടി ഊരിപ്പിടിച്ച വാളുമായി നിൽക്കുന്ന മനുഷ്യൻ്റെ അടുത്ത് എന്ന് നീ ഞങ്ങളുടെ പക്ഷക്കാരനോ ശത്രുപക്ഷക്കാരനോ പറക എന്ന് പറയുമ്പോൾ തന്നിൽ സ്ഫുരിച്ചു നിന്ന ആ ധൈര്യത്തിൻ്റെ പ്രത്യേകത കാണാം. ആ ധൈര്യം ദൈവവിശ്വാസത്തിലും ആത്മാവിൻ്റെ പ്രവൃത്തിയിലും അമിഞ്ഞു നിൽക്കുന്ന ഒന്നായിരുന്നു. പൂർണ്ണ സമർപ്പണം തനിക്കുണ്ടായിരുന്നു. ഞാൻ മരിക്കുന്നെങ്കിൽ മരിക്കട്ടെ, ഞാൻ ദൈവത്തെ അന്വേഷിക്കും, ദൈവത്തിൻ്റെ കൽപ്പനകൾ പ്രമാണിക്കും എന്ന തീരുമാനമുണ്ടായിരുന്നു. ഇവയൊക്കെയും തൻ്റെ പ്രധാന ഗുണങ്ങളായിരുന്നു. മൂന്നാമതായി ഞാൻ ചിന്തിക്കാൻ ആഗ്രഹിക്കുന്നത്, സാധാരണ എല്ലാ പുസ്തകത്തിലും ചിന്തിക്കുന്നത് പോലെ യോശുവയുടെ കാലഘട്ടമായിരുന്നു, എഴുതിയ കാലഘട്ടം. യോശുവയുടെ ഭരണകാലം ഏറെക്കുറെ 25 മുതൽ 28 വരെ വർഷങ്ങളായിരുന്നു എന്ന് കരുതുന്നു. 28 വർഷത്തിന് കൂടുതൽ സാധ്യതകളുണ്ട്. 25 വർഷത്തിനും 28 വർഷത്തിനും ഇടയിലായിരുന്നു തൻ്റെ ഭരണകാലം എന്ന് ചിന്തിക്കുന്നുണ്ട്. മോശയുടെ കീഴിൽ ഒരു 40 വർഷം അദ്ദേഹം പരിശീലിപ്പിക്കപ്പെട്ടു. 40 വർഷം മരുഭൂമിയിൽ ജനം കറങ്ങിയതോടെ മോശയുടെ കീഴിൽ അദ്ദേഹം പരിശീലിക്കപ്പെട്ടു. തുടർന്നൊരു 7 വർഷം കനാൻ ദേശം പിടിച്ചെടുക്കുവാൻ യുദ്ധങ്ങൾ നയിച്ചു. യോർദാൻ കടത്തി ജനത്തെ കൊണ്ടുപോയി, ജനത്തെ പരിച്ഛേദന കഴിപ്പിച്ചു, വിശുദ്ധീകരണത്തിൻ്റെ പ്രമാണത്തിലേക്ക് നടത്തി, കനാനിൽ അവരെ കയറ്റി അവിടെ യുദ്ധങ്ങൾ നടത്തി ദേശം പിടിച്ചെടുക്കുവാൻ ഈ 7 വർഷം എടുത്തു. തുടർന്നുള്ള 7 വർഷം കൊണ്ട് 12 ഗോത്രങ്ങൾക്കായി ദേശം വിഭജിക്കുവാൻ തനിക്ക് കഴിഞ്ഞു. വിഭജിച്ച ശേഷം ഒരു 11 സംവത്സരത്തിനും ഇടയിൽ ഒരു കാലഘട്ടം താൻ ഇസ്രയേലിൽ രാജതുല്യനായി സേവ ചെയ്തു, അല്ലെങ്കിൽ ഭരണാധികാരിയായി ഇരുന്നു. യോശുവയുടെ പുസ്തകം 24-ാം അധ്യായത്തിൻ്റെ 29-ാമത്തെ വാക്യത്തിൽ അദ്ദേഹം 110-ാമത്തെ വയസ്സിൽ മരിച്ചു എന്നതാണ്. തൻ്റെ പ്രവചനകാലം, തൻ്റെ പ്രവർത്തനകാലം ദൈവത്തിന് പ്രയോജനമുള്ളതായിരുന്നു. ദൈവം അദ്ദേഹത്തെ ഉപയോഗിച്ചു. യോശുവയുടെ പുസ്തകത്തിൽ യേശുവിനെ കുറിച്ചുള്ള ഡയറക്റ്റ് വിഷൻസ് എന്തൊക്കെയാണെന്നാണ് നമ്മൾ സാധാരണ ചിന്തിക്കുന്നത്. ഓരോ പുസ്തകത്തിലും ക്രിസ്തുവിനെ എങ്ങനെ ചിത്രീകരിക്കുന്നു എന്ന് നമ്മൾ നോക്കാറുണ്ട്. യോശുവയുടെ പുസ്തകത്തിൻ്റെ പ്രത്യേകത, യേശുവിനെക്കുറിച്ചുള്ള ഡയറക്റ്റ് പ്രവചനങ്ങളൊന്നും യോശുവയുടെ പുസ്തകത്തിൽ കാണാനില്ല. മസ്സിയാനിക് പ്രോഫസീസ് എന്നതിനെ വിളിക്കും. യേശു ക്രിസ്തുവിനെ കുറിച്ചുള്ള ഡയറക്റ്റ് പ്രവചനങ്ങളൊന്നുമില്ല. കഴിഞ്ഞ പുസ്തകത്തിൽ നാം വായിച്ചപ്പോൾ യഹൂദയിൽ നിന്ന് നക്ഷത്രം ഉദിക്കുമെന്നും ഇസ്രയേലിൽ നിന്നൊരു ചെങ്കോൽ ഉയരുമെന്നും ഇങ്ങനെയുള്ള പ്രവചന ശുശ്രൂഷകൾ ഉണ്ടായിരുന്നു. അതൊക്കെ യേശുവിനെ കുറിക്കുന്നത്. അതുപോലുള്ള ഡയറക്റ്റ് പ്രവചനങ്ങളൊന്നും യോശുവയുടെ പുസ്തകത്തിലില്ല. എന്നാൽ യോശുവയുടെ പുസ്തകത്തിൽ യോശുവ തന്നെ രക്ഷകൻ എന്ന സാഹചര്യത്തിൽ ജനത്തിൻ്റെ മുമ്പിൽ ക്രിസ്തുവിൻ്റെ ടൈപ്പോളജിയായി കാണും. ക്രിസ്തുവിനെ പ്രതിനിധീകരിക്കുന്ന ഒരു ടൈപ്പോളജിയായി നമുക്ക് യോശുവയെ കാണും. യോശുവ എന്ന വാക്കിൻ്റെ അർത്ഥം തന്നെ യഹോവയുടെ രക്ഷ എന്നാകുന്നു എന്ന് ഞാൻ പറഞ്ഞു. മരുഭൂമിയിൽ നിന്ന് തൻ്റെ കയ്യിൽ ഏൽപ്പിക്കപ്പെട്ട ജനത്തെ ദൈവിക വാഗ്ദത്ത നാട്ടിലേക്ക് പ്രവേശിപ്പിച്ച് കൊണ്ടുപോകുവാൻ മോശയ്ക്ക് കഴിഞ്ഞില്ല. മോശ ജനത്തെ വിടുവിച്ചു, പക്ഷെ അവരെ വാഗ്ദത്ത നാട്ടിൽ എത്തിക്കുവാൻ മോശയ്ക്ക് കഴിഞ്ഞില്ല. ഇതിനിടയിൽ ചിലതെല്ലാം സംഭവിച്ചു. ആ ഭാഗം തിരിച്ച് വിശദീകരിക്കാൻ ഇന്ന് താല്പര്യപ്പെടുന്നില്ല. ആ ഭാഗം ചെയ്തത് യോശുവയാണ്, ജനത്തെ കൊണ്ടുപോയി. ഇതുപോലെ തന്നെ യേശുവിനും ഒരു പ്രത്യേകതയുണ്ട്. അനേകരെ തേജസ്സിലേക്ക് നടത്തുവാൻ തനിക്ക് കഴിഞ്ഞു. വാഗ്ദത്ത നാട്ടിൽ കടത്തുവാൻ മോശയ്ക്ക് കഴിഞ്ഞില്ല, പകരം യോശുവയ്ക്ക് കഴിഞ്ഞു. ഇപ്രകാരം മോശയുടെ പ്രമാണത്തിന്, അഥവാ 1-ാം പ്രമാണത്തിന്, തിരുവചന ഭാഷയിൽ 1-ാം പ്രമാണത്തിന് കഴിയാത്തതിനെ 2-ാം പ്രമാണത്താൽ, അഥവാ യേശു തൻ്റെ ആഗമനത്താൽ നിർവഹിച്ചു. യോശുവ രക്ഷകൻ എന്നതിൽ, ജനത്തെ അക്കരെ കടത്തി എന്നതിൽ യേശുവിൻ്റെ നിഴലായി നിൽക്കുന്നു, യേശുവിൻ്റെ ടൈപ്പോളജിയായി മാറും. 2 കൊരിന്ത്യർ 2-ാം അധ്യായത്തിൻ്റെ 14-ാമത്തെ വാക്യത്തിൽ ക്രിസ്തുവും അനേക പുത്രന്മാരെ തേജസ്സിലേക്ക് നയിക്കുന്നവനാണ് എന്ന് കാണാം. യോശുവ അനേകരെ, ഏതാണ്ട് 60 ലക്ഷത്തിലധികം ജനത്തെ കനാനിലേക്ക് കൊണ്ടെത്തിച്ചു. യേശുവും ജനലക്ഷങ്ങളെ, ജനകോടികളെ ദൈവിക തേജസ്സിലേക്ക് നയിക്കുന്നവനാണ്. അനേക പുത്രന്മാരെ, 2 കൊരിന്ത്യർ 2:14 ക്രിസ്തുവും അനേക പുത്രന്മാരെ തേജസ്സിലേക്ക് നയിക്കുന്നവനാണ്. അതുകൊണ്ട് യോശുവ ഒരു നിഴലും യേശു അതിൻ്റെ പൊരുളുമാണ്. റോമാലേഖനം 8-ാം അധ്യായത്തിൻ്റെ 2 മുതൽ 4 വരെയുള്ള വാക്യങ്ങളിൽ ജഡത്താലുള്ള ബലഹീനത നിമിത്തം ന്യായപ്രമാണത്തിന് കഴിയാഞ്ഞതിനെ സാധിപ്പിപ്പാൻ ദൈവം തൻ്റെ പുത്രനെ പാപജഡത്തിൻ്റെ സാദൃശ്യത്തിലും പാപനിമിത്തവും അയച്ചു, പാപത്തിന് ജഡത്തിൽ ശിക്ഷ വിധിച്ചു എന്ന് കാണാം.
പഴയ നിയമത്തിന് കഴിയാതെ പോയതിനെ, മോശയിക ന്യായപ്രമാണത്തിന് കഴിയാതെ പോയതിനെ, തൻ്റെ പിതാവ് മോശയുടെ കയ്യിൽ എഴുതി കൊടുത്ത പ്രമാണത്തിന് കഴിയാതെ പോയതിനെ മാനുഷിക ബലഹീനതയാണ് കാരണം. റോമർ 8-ാം 2 വാക്യം അത് വ്യക്തമാക്കുന്നു. ജഡത്താലുള്ള ബലഹീനത നിമിത്തം ന്യായപ്രമാണത്തിന് കഴിയാഞ്ഞതിനെ സാധിപ്പിക്കേണ്ടതിന് ദൈവം തൻ്റെ പുത്രനെ പാപജഡത്തിൻ്റെ സാദൃശ്യത്തിലും പാപനിമിത്തവും അയച്ചു. പാപത്തിന് ജഡത്തിൽ ശിക്ഷ വിധിച്ചു. പാപത്തിന് യേശുവിൻ്റെ ജഡത്തിൽ ശിക്ഷ വിധിച്ചുകൊണ്ട് ആത്മാക്കളെ തേജസ്സിലേക്ക് നയിക്കുവാൻ യേശുവിന് കഴിയും. ഗലാത്യലേഖനം 3-ാം 23 മുതൽ 25 വരെയുള്ള വാക്യങ്ങൾ. ഗലാത്യലേഖനം 3-ാം 23 മുതൽ 25 വരെയുള്ള വാക്യങ്ങളിൽ വിശ്വാസം വരും മുമ്പേ നമ്മിൽ വെളിപ്പെടുവാനിരുന്ന വിശ്വാസത്തിനായിക്കൊണ്ട് ന്യായപ്രമാണത്തിന് കീഴ് അടച്ചു സൂക്ഷിച്ചിരുന്നു. അങ്ങനെ നാം വിശ്വാസത്താൽ നീതീകരിക്കപ്പെടേണ്ടതിന് ന്യായപ്രമാണം ക്രിസ്തുവിൻ്റെ അടുക്കിലേക്ക് നടത്തുവാൻ നമുക്ക് ശിശുപാലകനായി ഭവിച്ചു. വിശ്വാസം വന്ന ശേഷമോ നാം ഇനി ശിശുപാലകന്റെ കീഴിലല്ല, പകരം ക്രിസ്തുവിൻ്റെ കീഴിലാണ്. ശിശുപാലകനായിരുന്ന ന്യായപ്രമാണത്തിൻ്റെ കീഴിൽ നാം ആയിരുന്നു. ഇവിടെ ഒരു വലിയ പ്രത്യേകതയുണ്ട്. ന്യായപ്രമാണം ഇനി ആവശ്യമില്ല. നാം ക്രിസ്തു വന്നതിനാൽ തികഞ്ഞവരായി തീർന്നു. ഇനി ശിശുപാലകന്റെ ആവശ്യമില്ല എന്ന് പറയുന്നവരുണ്ട്. സത്യമായിരിക്കാം. പക്ഷെ എനിക്കതിനെക്കുറിച്ച് അല്പം കൂടെ വ്യത്യസ്തമായ ഒരു ആശയം പറയാനുണ്ട്. പണ്ട് ന്യായപ്രമാണ യുഗത്തിൽ ഞാൻ പാപം ചെയ്യാഞ്ഞതിൻ്റെ കാരണം പാപം ചെയ്യരുത് എന്നൊരു കൽപ്പനയുള്ളതാണ്. നിന്റെ ദൈവമായ യഹോവയെ സ്നേഹിക്കണം എന്നൊരു കൽപ്പനയുള്ളത് കൊണ്ടാണ് ഞാൻ സ്നേഹിച്ചത്. പക്ഷെ ഇന്ന് ഞാൻ സ്നേഹിക്കുന്നത് സ്നേഹം എന്നിൽ നിന്ന് അങ്കുരിക്കുന്നത് കൊണ്ടാണ്. എൻ്റെ വിവാഹം ഒരു ലവ് മാരേജ് ആയിരുന്നില്ല, ഒരു പ്രപ്പോസ്ഡ് മാരേജ് ആയിരുന്നു. എൻ്റെ വിവാഹത്തിന് മുൻപേ വിവാഹം കഴിക്കുവാനുള്ള പെൺകുട്ടിയെ ഞാൻ സ്നേഹിച്ചിരുന്നില്ല. എൻ്റെ ഭാര്യയായി തീർന്ന പെൺകുട്ടി എന്നെയും സ്നേഹിച്ചിരുന്നില്ല. എന്നാൽ ഞങ്ങൾ ഒരുമിച്ച് വന്നതിനെ തുടർന്ന് ഞങ്ങൾ പരസ്പരം സ്നേഹിക്കുന്നു, ആ സ്നേഹത്തിൽ തുടരുന്നു. വിവാഹത്തിന് മുമ്പ് വരെ വിധേയത്വം കാണിക്കുമായിരുന്നു, മാന്യത കാണിക്കുമായിരുന്നു. അത് നിയമത്തിൻ്റെ മറവിലാണ്. പക്ഷെ വിവാഹത്തിന് ശേഷം ആത്മാർത്ഥതയിൽ സ്നേഹ കാരണത്താൽ ഞങ്ങൾക്ക് നിയമത്തിൻ്റെ ആവശ്യമില്ല. അന്യോന്യ വിധേയത്വവും മാന്യതയും പുലർത്തുവാൻ ഞങ്ങൾക്ക് കഴിയുന്നു. പഴയ നിയമത്തിൽ ഞാൻ വ്യഭിചാരം ചെയ്തിരുന്നില്ല, കാര്യം വ്യഭിചാരം ചെയ്യരുത് എന്നൊരു കൽപ്പനയുണ്ട്. പുതിയ നിയമത്തിൽ യേശുവിനോടുള്ള സ്നേഹം, ദൈവകൽപ്പന പാലിപ്പാൻ എന്നെ നിർബന്ധിക്കുന്നു. ഇന്ന് ഞാൻ ന്യായപ്രമാണത്തിൻ്റെ കീഴിലല്ല, പകരം കൃപയുടെ കീഴിലാണ്. 2 സമയത്തും ഞാൻ ആ പ്രവൃത്തി ചെയ്തിരുന്നില്ല. ഒന്ന് ന്യായപ്രമാണത്തിൻ്റെ കീഴിൽ ചെയ്തില്ല, വേറൊന്ന് ഇന്ന് കൃപയാൽ ചെയ്യുന്നില്ല. ഇവ രണ്ടും രണ്ടാണ്. വിശ്വാസം വന്ന ശേഷമോ നാം ഇനി ശിശുപാലകന്റെ കീഴിലല്ല, പകരം ദൈവസ്നേഹത്തിൻ്റെ കീഴിലാണ്. ഒരു വാക്യം കൂടെ തൊട്ടോട്ടെ. എബ്രായലേഖനം 7-ാം 18-19 വാക്യങ്ങൾ. മുമ്പിലത്തെ കൽപ്പനയ്ക്ക്, അതായത് മോശയുടെ കൽപ്പനയ്ക്ക്, അതിൻ്റെ ബലഹീനതയും നിഷ്പ്രയോജനത്വവും നീക്കവും ന്യായപ്രമാണത്താൽ ഒന്നും പൂർത്തീകരിച്ചിട്ടില്ലല്ലോ എന്നൊരു പരന്തറ്റിക്കൽ ക്ലോസ് കാണാം. നാം ദൈവത്തോട് അടുക്കുന്നതിന് ഏറെ നല്ല പ്രത്യാശയ്ക്ക് സ്ഥാനവും ഇന്ന് വന്നിരിക്കുന്നു. മോശയുടെ ന്യായപ്രമാണത്തിൽ അതിനുള്ള സാധ്യതയില്ലായിരുന്നു. മുമ്പിലത്തെ കൽപ്പനയ്ക്ക് അതിൻ്റെ ബലഹീനത ഉണ്ടായിരുന്നു, അതിൻ്റെ നിഷ്പ്രയോജനത്വം ഉണ്ടായിരുന്നു, അതിൻ്റെ നീക്കമുണ്ടായിരുന്നു. ന്യായപ്രമാണം നീങ്ങിപ്പോയി. നാം ദൈവത്തോട് അടുക്കുന്നതിനുള്ള ഏറെ നല്ല പ്രത്യാശയ്ക്കുള്ള സ്ഥാപനം ഇന്ന് വന്നു. പണ്ട് ആ സ്ഥാപനമില്ലായിരുന്നു, അതുകൊണ്ടത് മാറി. യേശു പറഞ്ഞു, ഞാൻ ന്യായപ്രമാണത്തെ നീക്കാൻ വന്നതല്ല, പകരം നിവർത്തിക്കാൻ വന്നത്. ന്യായപ്രമാണം ഒരിക്കലും ഒഴിഞ്ഞു പോകുകയില്ല. കൊല ചെയ്യരുത്, വ്യഭിചാരം ചെയ്യരുത്, അന്യൻ്റേത് മോഷ്ടിക്കരുത് എന്നിത്യാദികൾ ന്യായപ്രമാണത്തിൻ്റെ വ്യവസ്ഥയാണ്. അത് പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും ഒരുപോലെ ബാധകമാണ്. പക്ഷെ പുതിയ നിയമത്തിൽ ഇത് ബാധകമായി എൻ്റെ മേൽ വന്നത് ദൈവത്തോടുള്ള സ്നേഹം കൊണ്ടാണ്. എന്നെ സ്നേഹിക്കുന്നവൻ എൻ്റെ കൽപ്പനകളെ പ്രമാണിക്കും. പണ്ട് അത് ഭയത്തിൽ നിന്ന്, അതുകൊണ്ട് എനിക്ക് ശിക്ഷ ഉണ്ടാകും. ഇതാണ് വ്യത്യാസമായ. ഇനിയും രാഹാബ് എന്ന വേശ്യ ഉപയോഗിച്ച ചുവപ്പ് ചരട് യേശുവിൻ്റെ രക്തത്താലുള്ള മാനസാന്തരത്തിനും വിടുതലിനും നിഴലാണ് എന്ന് വേദപണ്ഡിതാക്കൾ അഭിപ്രായപ്പെടുന്നു. അതെ, ഒന്ന് യോശുവ യേശുക്രിസ്തുവിൻ്റെ ടൈപ്പോളജിയാണ്. ന്യായപ്രമാണത്തിന് മോശയ്ക്ക് ചെയ്യാൻ കഴിയാഞ്ഞത് യോശുവ ചെയ്തു. അനേക പുത്രന്മാരെ തേജസ്സിലേക്ക് നടത്തി. യേശുവും അങ്ങനെ തന്നെ അനേക പുത്രന്മാരെ തേജസ്സിലേക്ക് നടത്തി. നാം ആരും നിലവിളിച്ചുകൊണ്ടല്ല കൽപ്പനയെ അനുസരിക്കുന്നത്, ഭാരം കൊണ്ടല്ല കൽപ്പനയെ അനുസരിക്കുന്നത്, സ്നേഹം കൊണ്ടത്രേ.
ഒരു വീട്ടിലൊരു അടിമയുണ്ടെന്നിരിക്കട്ടെ. ഇന്ന് അടിമ കച്ചവടമില്ല, അടിമകളുമില്ല. എങ്കിലും നല്ല ശമ്പളം കിട്ടുമെന്നുള്ളത് കൊണ്ട് അടിമ വേല ചെയ്യുന്നത് പോലെ ജോലി ചെയ്യുന്നവർ ഒരു വീട്ടിൽ ജോലി ചെയ്തെന്ന് വരാം. എൻ്റെ വീട്ടിലൊരു കുഞ്ഞുണ്ട്, ആ കുഞ്ഞിനെ നന്നായി നോക്കേണ്ടതിന് ഞാനൊരാളിനെ ആക്കി വീട്ടിൽ നല്ല ശമ്പളം കൊടുക്കാമെന്ന് വാക്ക് പറഞ്ഞു. ആ ശമ്പളത്തിൻ്റെ പ്രതീക്ഷയിൽ രാത്രിയിലും പകലും എൻ്റെ കുഞ്ഞിന് ആവശ്യമുള്ള സമയങ്ങളിലൊക്കെ ആ നിയമിക്കപ്പെട്ട വ്യക്തി എൻ്റെ കുഞ്ഞിനെ പരിപാലിക്കുകയും ഒരുപക്ഷെ കുഞ്ഞിനെ കുളിപ്പിക്കേണ്ടപ്പോൾ ശുദ്ധീകരിക്കേണ്ടപ്പോഴൊക്കെ അത് ചെയ്യുകയും ചെയ്യും. അത് പണത്തോടുള്ള താല്പര്യം കൊണ്ടാണ്, ജോലിയോടുള്ള താല്പര്യം കൊണ്ടാണ്. എന്നാൽ ഞാൻ എൻ്റെ സ്വന്തം കുഞ്ഞിനെ മാനിക്കുന്നത് പണത്തോടുള്ള താല്പര്യമല്ല, കുഞ്ഞിനോടുള്ള സ്നേഹത്തിൽ നിന്നാണ്. അതിൻ്റെ അമ്മയെ കുഞ്ഞിനെ മാനിക്കുന്നത് കുഞ്ഞിനോടുള്ള സ്നേഹത്തിൽ നിന്നാണ്. ഒരു നഴ്സറി ഡിപ്പാർട്ട്മെൻറ്റിൽ ജോലി ചെയ്യുന്നതായ ഒരു നേഴ്സ് തൻ്റെ കയ്യിൽ ലഭിക്കുന്ന കുഞ്ഞുങ്ങളെ മാന്യതയോടെ നോക്കുവാൻ കാര്യം തൻ്റെ ശമ്പളത്തോടുള്ള താല്പര്യമാണ് പ്രധാനമായി. കുഞ്ഞുങ്ങളെ സ്നേഹിക്കുന്നവർ കണ്ടേക്കാം, ഞാൻ അവരുടെ ആത്മാർത്ഥതയെ ചോദ്യം ചെയ്യുകയല്ല. പക്ഷെ നിയമപ്രകാരം അവർ ശമ്പളത്തോടുള്ള താല്പര്യത്തിലാണ്. അതേ പെൺകുട്ടിക്ക്, അതേ നേഴ്സിന് സ്വന്തമായ ഒരു കുഞ്ഞുണ്ടെങ്കിൽ ആ കുഞ്ഞിനെ നോക്കുന്നത് ശമ്പളത്തോടുള്ള താല്പര്യത്തിലല്ല, സ്നേഹത്തിൽ നിന്നാണ്. നാം രക്ഷിക്കപ്പെടുന്നതിന് മുന്നമേ, ന്യായപ്രമാണ യുഗത്തിൽ ക്രിസ്തുവിൻ്റെ വരവിന് മുന്നമേ, നാം പാപം ചെയ്യാതെ വണ്ണം നമ്മെ തന്നെ സൂക്ഷിച്ചതും കാത്തെടുത്തതും കൽപ്പനയോടുള്ള ഭയം കൊണ്ടാണ്. ഇന്നതല്ല, ദൈവത്തോടുള്ള സ്നേഹം കൊണ്ടാണ്. കാര്യം ദൈവത്തെ സ്നേഹിക്കുവാൻ നമുക്ക് ഇന്ന് കഴിയുന്നു, അന്ന് ദൈവത്തെ ഭയപ്പെട്ടിരുന്നത് മാത്രമേ ഉള്ളൂ. അങ്ങനെ യോശുവ തന്നെ ക്രിസ്തുവിൻ്റെ ഒരു ടൈപ്പോളജി ആയിരുന്നുവെന്നും, 2, രാഹാബ് എന്ന വേശ്യ ഉപയോഗിച്ച ചുവപ്പ് ചരട് അത് ക്രിസ്തുവിൻ്റെ രക്തത്താലുള്ള വിടുതലിനെ ചിത്രീകരിക്കുന്നുവെന്നും വേദശാസ്ത്രികൾ നമ്മെ ഒരുമിച്ച് പഠിപ്പിക്കുന്നു. ഇനിയും ഈ പുസ്തകത്തിൻ്റെ താക്കോൽ ആശയം, താക്കോലുകളെ എടുക്കുക. ഇതിൻ്റെ താക്കോൽ ആശയം ജയിക്കുക, പിടിച്ചെടുക്കുക, വാഗ്ദത്തം ലഭിച്ചത് യുദ്ധം ചെയ്ത് പിടിച്ചെടുക്കുക എന്നതാണ്. ജയിക്കുക, പിടിച്ചെടുക്കുക. എന്ത് വാഗ്ദത്തം ലഭിച്ചതിനെ മാത്രമേ പിടിച്ചെടുക്കാൻ ഒക്കത്തുള്ളൂ. ദൈവം നമുക്ക് പലതും വാഗ്ദത്തം തരും. ആ വാഗ്ദത്തങ്ങൾ ഒന്നും ചുമ്മാതെ വരുന്നതല്ല, അത് നാം പിടിച്ചെടുത്തേ മതിയാകും. ആ വാഗ്ദത്തങ്ങൾ എടുക്കുന്നതിൽ നമുക്കൊരു വിലമുടക്കുണ്ട്. നാം യുദ്ധം ചെയ്തേ മതിയാകും. അബ്രഹാമിനോട് ദൈവം പറഞ്ഞു, നിനക്കും നിന്റെ സന്തതിക്കും ശാശ്വത അവകാശമായി ഫ്രാത്ത് മുതൽ മഹാനദി വരെയുള്ള സ്ഥലം തരികയാണ്. പക്ഷെ അബ്രഹാമിൻ്റെ സന്തതി അതിന് യുദ്ധം ചെയ്തേ മതിയാകും. അവരെ അതിനുവേണ്ടി പ്രിപ്പയർ ചെയ്തേ മതിയാകൂ. ജനത്തെ വളർത്തണം, അതിന് മിസ്രയീമിൽ കൊണ്ടുപോയേ മതിയാകൂ. അതിനുവേണ്ടി ദൈവം ഒരു ജോസഫിനെ എടുത്തു. ആ ജനത്തെ അവിടെ വളർത്തി. മിസ്രയീമിൽ ചെന്ന തലമുറകളെ അനുഗ്രഹിക്കുവാൻ ദൈവം യാക്കോബിനെ മിസ്രയീമിലേക്ക് അയച്ചു. അയക്കപ്പെട്ട അനേക നേതാക്കന്മാരും ശുശ്രൂഷകന്മാരും ഒക്കെ ഉണ്ട്. ദൈവം കാര്യങ്ങൾ ക്രമീകരിക്കുക. മിസ്രയീമിൽ വളർന്നു കഴിഞ്ഞ ജനത്തിൻ്റെ അകത്തേക്ക് നാച്ചുറലി മിസ്രയീം കൂടെ കയറിപ്പോയതിനാൽ മിസ്രയീം അവരിൽ നിന്ന് പുറത്തെടുക്കുവാൻ, ചോരത്തളിയും പെസഹയും ആചരിക്കുവാൻ ദൈവത്തിന് ഒരു മോശയെ തിരഞ്ഞെടുക്കേണ്ടി വന്നു. പക്ഷേ ദൈവം വാഗ്ദത്തം പറഞ്ഞത് തലമുറകളായി ആവർത്തിക്കപ്പെട്ടു. ദൈവിക വാഗ്ദത്തത്തിൻ്റെ ഒരു വലിയ പ്രത്യേകത അതാണ്. അബ്രഹാമിനോട് ഒരു പ്രാവശ്യം പറഞ്ഞ ശേഷം യഹോവയായ ദൈവം പോയില്ല, കൂടെ കൂടെ പ്രത്യക്ഷനായി പറഞ്ഞു. അബ്രഹാമിൻ്റെ വിശ്വാസം കുറയുവാൻ സാധ്യതയുള്ളതനുസരിച്ച്, കാര്യം ഇവിടെ ഒരു ഭയങ്കര ശക്തിയോടെ നാം യുദ്ധം ചെയ്യുന്നത്. നമ്മുടെ വിശ്വാസം കുറയുവാൻ, ജീവിത ശൈലികൾ മാറ്റുവാൻ, ജീവിതത്തിൻ്റെ പവിത്രത ഇല്ലാതെയാക്കുവാൻ വ്യാപരിക്കുന്ന ഒരു വലിയ ശക്തിയുണ്ട്. ആ ശക്തിയോട് യുദ്ധം ചെയ്യേണ്ടതിന് കൂടുതൽ വിശ്വാസം നമുക്ക് ആവശ്യമാകയാൽ കൂടെ കൂടെ ദൈവാത്മാവ് ആ കാര്യങ്ങൾ ഓർമ്മിപ്പിച്ചുകൊണ്ടിരുന്നു. യഹോവയായ ദൈവം പിന്നെയും ഇറങ്ങി വന്ന് അബ്രഹാമിനോട് പറഞ്ഞുകൊണ്ടിരുന്നു, ഞാൻ നിനക്ക് സന്തതിയെ തരും, ഞാൻ നിനക്ക് വാഗ്ദത്ത ദേശം തരും. ഇസഹാക്കിനോട് ദൈവം വീണ്ടും അത് ആവർത്തിച്ചു. ഇസഹാക്കെ, ഒരു തലമുറ കഴിഞ്ഞു പോനെ അപ്പനോടുള്ളത് ആ വാഗ്ദത്തം ഇതുവരെ നിവർത്തീകരിക്കപ്പെട്ടിട്ടില്ല. എന്നാൽ നിന്നിൽ ഇത് നിവർത്തീകരിക്കപ്പെടേണ്ടതിന് ഞാൻ പിന്നെയും ആ വാക്ക് ആവർത്തിക്കുക. എൻ്റെ ദൈവത്തിൻ്റെ വാഗൊണ്ടൊരു കാര്യം ആവർത്തിച്ച് പറഞ്ഞാൽ അതിന് എന്നെ ആത്മശക്തിയും ബലവുമാണെന്നറിയാമോ? അകത്തേക്ക് കയറും, അത് അകത്തേക്ക് കയറും. വാഗ്ദത്തം ലഭിച്ചതിനെ യുദ്ധം ചെയ്ത് പിടിച്ചെടുക്കുക. മോശയെ ദൈവം വിളിച്ചിറക്കി മോശയോട് പറഞ്ഞു, മോശെ, അബ്രഹാമിനോടുള്ള എൻ്റെ വാഗ്ദത്തം നിന്നോട് ആവർത്തിക്കുക. നിന്റെ ഉള്ളങ്കാൽ ചവിട്ടുന്ന ഇടമൊക്കെയും ഞാൻ നിനക്ക് തരും. യോശുവയാണ് യുദ്ധത്തിന് വേണ്ടി വന്നു നിൽക്കുന്നത്. യോശുവയോട് വീണ്ടും ആവർത്തിച്ച്, യോശുവ, നിന്റെ ഉള്ളങ്കാൽ ചവിട്ടുന്നിടമൊക്കെയും നിനക്ക് തരുമെന്ന് മോശയോട് പറഞ്ഞതുപോലെ, പണ്ട് അബ്രഹാമിനോട് പറഞ്ഞതുപോലെ ഞാൻ നിന്നോടും പറയുകയാ, ഞാനിത് സാധിച്ചെടുക്കും. ഓരോ പ്രാവശ്യം വാഗ്ദത്തം കേൾക്കും തോറും നമ്മുടെ ഹൃദയത്തിൽ പമ്പ് ചെയ്യുന്ന ആ ദൈവിക വിശ്വാസത്തിനും ധൈര്യത്തിനുമായി സ്തോത്രം. അതത്രേ നമ്മെ യുദ്ധത്തിന് വേണ്ടി പ്രേരിപ്പിക്കുന്നത്. കാറ്റ് നിറച്ച ഒരു റബ്ബർ പന്ത്
ഒരു ഭിത്തിക്ക് നേരെ എറിയുന്നുവെങ്കിൽ അത് അവിടുന്ന് റീബൗണ്ട് ചെയ്യും. ബൗൺസ് ചെയ്യുന്നതായ ആ ബോൾ തറയിലേക്ക് എറിഞ്ഞാൽ അത് ബൗൺസ് ചെയ്യും. തറയിലേക്ക് എറിഞ്ഞ ബോൾ ബൗൺസ് ചെയ്ത് വരുമ്പോൾ വീണ്ടും അതിനെ തറയിലേക്ക് തന്നെ തട്ടിയിട്ടുകൊണ്ട് വീണ്ടും വീണ്ടും ബോൾ ഇട്ട് തട്ടുന്ന ബൗൺസിങ് പവർ അതിന് കളിക്കാനുള്ള പ്രേരണ നൽകുന്നതാണ് എന്ന് കാണാം. പലപ്പോഴും പ്രതികൂലങ്ങളും എതിരുകളും യുദ്ധങ്ങളും ദൈവവൈദ്യന്റെ മുമ്പിൽ പ്രചോദനം നൽകുന്നതാണ്, നമുക്ക് യുദ്ധ ആവേശം തരുന്നതാണ്. താക്കോലാശയം ജയിക്കുക എന്നതാ, പിടിച്ചെടുക്കുക എന്നതാ. ഏത് എങ്ങനെ? വാഗ്ദത്തം ലഭിച്ചത് യുദ്ധം ചെയ്ത് പിടിച്ചെടുക്കണം. താക്കോൽ വാക്യങ്ങളായി തിരഞ്ഞെടുത്തിരിക്കുന്നത് ഒന്ന് യോശുവയുടെ പുസ്തകം 1-ാം അധ്യായം 2-3 വാക്യങ്ങളാണ്. രണ്ട് വാക്യങ്ങളുണ്ട്. യോശുവയുടെ പുസ്തകം 1-ാം അധ്യായം 2-3 വാക്യങ്ങളാണ്. എൻ്റെ ദാസനായ മോശ മരിച്ചു, ആകയാൽ നീയും ഈ ജനമൊക്കെയും പുറപ്പെട്ട് യോർദാനക്കരെ ഞാൻ ഇസ്രായേൽ മക്കൾക്ക് കൊടുക്കുന്ന ദേശത്തേക്ക് പോകുകയും നിങ്ങളുടെ ഉള്ളങ്കാൽ ചവിട്ടുന്ന ഇടമൊക്കെയും ഞാൻ മോശയോട് കൽപ്പിച്ചതുപോലെ നിങ്ങൾക്ക് തന്നിരിക്കുന്നു. എനിക്ക് വേദഭാഗങ്ങൾ വായിക്കുമ്പോൾ ഭയങ്കര ആത്മധൈര്യം, എന്നെ പല കാര്യങ്ങൾ ഓർമ്മിപ്പിക്കുന്നു. എൻ്റെ ചെറിയ പ്രായത്തിൽ ആത്മയുദ്ധം ധാരാളം ഉണ്ടായിരുന്നു. വലിയൊരളവിൽ എൻ്റെ ജഡം കഷ്ടം സഹിക്കുന്നത് പോലെ, എൻ്റെ ബുദ്ധി ത്യാഗം സഹിക്കുന്നത് പോലെ, എൻ്റെ ആത്മാർത്ഥതയെ ചോദ്യം ചെയ്യുന്നത് പോലെ അനേക സാഹചര്യങ്ങൾ ഉയർന്നു. അന്നെല്ലാം പിടിച്ചു നിൽക്കുവാൻ കർത്താവ് കൃപ തന്നു. ഇന്നും ആ കൃപ തരുന്നതിനാൽ ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. അന്നൊക്കെ ദൈവം എന്നോട് ഇടപെട്ടുകൊണ്ടിരുന്നതും വളരെ പ്രത്യേകിച്ച് ബഥേൽ ചർച്ചിലെ ശുശ്രൂഷയ്ക്ക് വേണ്ടി ഇവിടെ വരുന്ന 1983-84 കാലഘട്ടങ്ങളിൽ കൂടെ ദൈവം ഉപയോഗിച്ചുകൊണ്ടിരുന്നതുമായ ഒരു ഉത്തേജനത്തിൻ്റെ പദമായിരുന്നത് യോശുവയുടെ പുസ്തകം 1-ാം അധ്യായം 2-3 വാക്യങ്ങളിലുണ്ട്. ഞാൻ അതിലെ ചില ഭാഗങ്ങൾ എടുത്തു പറയും. എൻ്റെ ദാസനായ മോശ മരിച്ചു, ആകയാൽ നീയും ഈ ജനമൊക്കെയും പുറപ്പെട്ട് യോർദാനക്കരെ ഞാൻ ഇസ്രായേൽ മക്കൾക്ക് കൊടുക്കുന്ന ദേശത്തേക്ക് കടന്നു പോകുകയും. മോനെ യോശുവ, എന്നോട് വാഗ്ദത്തം പ്രാപിച്ചതായ മോശ മരിച്ചടാ. മോനെ യോശുവ, എന്നോട് വാഗ്ദത്തം പ്രാപിച്ചവനായ അബ്രഹാം പണ്ടേ മരിച്ചു. അതിൻ്റെ അർത്ഥം അബ്രഹാമിൻ്റെ ദൈവം മരിച്ചെന്നല്ല. ഇല്ല യോശുവ, ഞാൻ ജീവനോടിരിക്കുന്നു. മോശ മരിച്ചു, അതിൻ്റെ അർത്ഥം മോശയുടെ ദൈവം മരിച്ചെന്നല്ല, ഞാൻ ഇന്നും ജീവനോടിരിക്കുന്നു. ഓരോ തലമുറകൾ അവരവരുടെ കർത്തവ്യങ്ങൾ നിർവഹിച്ചു പോയി. യോശുവ, നിന്റെ മേലുള്ള ഒരു വലിയ വിളിയാണ്, ഒരു വലിയ കർത്തവ്യമാണ്. ഉന്നത വിളിയാൽ വിളിക്കപ്പെട്ടവനാണ് നീ. ഞാൻ മരിച്ചിട്ടില്ല യോശുവ, ഞാൻ ആ പറഞ്ഞ വാക്ക് ഞാൻ നിവർത്തിക്കും, ഞാൻ നിങ്ങളെ കൊണ്ടു ചെല്ലും. 3-ാമത്തെ വാക്യത്തിൽ നിങ്ങളുടെ ഉള്ളങ്കാൽ ചവിട്ടുന്ന സ്ഥലമൊക്കെയും ഞാൻ മോശയോട് കൽപ്പിച്ചതുപോലെ നിങ്ങൾക്ക് തന്നിരിക്കുന്നു. ഞാൻ തന്നിരിക്കുന്നു, ചെന്ന് കൈവശമാക്കുക. ഞാൻ തന്നിരിക്കുന്നു, അതെൻ്റെ വാഗ്ദത്തത്തിലുള്ളതാ, ചെന്ന് കൈവശമാക്കുക. ആരെങ്കിലും ഒരാൾ എൻ്റെ അടുക്കൽ വന്ന് എന്തെങ്കിലും ഒരു വസ്തു എന്നോട് ചോദിച്ചാൽ, ഇനി അലമാരിക്കകത്ത് തിരിപ്പുണ്ട്, പോയി എടുത്തോ എന്ന് പറഞ്ഞ് താക്കോൽ അദ്ദേഹത്തിൻ്റെ കയ്യിൽ കൊടുക്കുന്നത് പോലെ ദൈവം ആധികാരികമായി യോശുവയെ വിളിച്ച് പറയും, യോശുവ, ഞാൻ ആ ദേശം തന്നിരിക്കുന്നു. ഇന്ന് എന്നെ കേൾക്കുന്ന ദൈവ പൈതലെ, പലതും തന്നു കഴിഞ്ഞ് ദൈവത്തെ സ്തുതിക്കുന്നു, നാം അത് എടുത്തേ മതിയാകും. ഞാനതിൻ്റെ 5-ാമത്തെ വാക്യം ഒന്ന് എടുത്തു വായിച്ചോട്ടെ. എന്നോട് എത്രയോ പ്രാവശ്യം ഇടപെട്ട, എന്നെ അങ്ങേയറ്റം ഉത്തേജിപ്പിച്ച വാക്യമാണ്. നിന്റെ ജീവകാലത്തൊരിക്കലും ഒരു മനുഷ്യനും നിന്റെ നേരെ നിൽക്കയില്ല. ഞാൻ മോശയോടുകൂടെ ഇരുന്നതുപോലെ നിന്നോടുകൂടെയും ഇരിക്കും. കഴിഞ്ഞ നാളുകളിൽ ദ പവർഫുൾ അനോയിൻറ്റിങ് എന്നൊരു പദം ദൈവാത്മാവ് എനിക്ക് തന്നു. നമ്മളതിനെക്കുറിച്ച് ഒത്തിരി പഠിച്ചു. അതിനെ തുടർന്ന് അതിനെ ഡേഞ്ചറസ് അനോയിൻറ്റിങ് എന്നായി മാറ്റി. അങ്ങനെ ഡേഞ്ചറസ് അനോയിൻറ്റിങ് എന്നാക്കി മാറ്റുവാനുള്ള കാരണം മോശയായിരുന്നു ഒരു ഉദാഹരണമായിട്ട് നമ്മൾ എടുത്തത്. തന്നെ കൊന്നുകളയുമെന്ന് പറഞ്ഞുകൊണ്ട് നിൽക്കുന്ന ഫറവോന്റെ അനന്തരവന്മാർ ജീവനോടിരിക്കുന്ന ആ കാലഘട്ടങ്ങളിൽ അന്നത്തെ ഫറവോൻ പോയി, അടുത്തൊരു ഫറവോൻ വന്നു. ആ ഫറവോനും അവൻ്റെ സൈന്യവും ജീവനോടിരിക്കുന്ന കാലത്താണ് അവൻ്റെ വാളിനെ ഭയപ്പെടാതെ കണ്ട മോശ അദ്ദേഹത്തിൻ്റെ മുമ്പിൽ പോയി നിൽക്കുകയാണ്. ഇറ്റ് ഈസ് ഡേഞ്ചറസ് ടു സ്റ്റാൻഡ്. സമുദ്രത്തിന് നടുവിലൂടെ നടക്കുമ്പോൾ ഇറ്റ് ഈസ് ഡേഞ്ചറസ്. പക്ഷെ അതിനുവേണ്ടി തന്നെ ശക്തീകരിച്ചു. എന്തായിരുന്നു മോശ ശക്തീകരിച്ചത്? അതേ ശക്തി തന്നെയാണ് യോശുവയെ ശക്തീകരിച്ചത്. യോശുവ പറഞ്ഞു, നിന്റെ ജീവകാലത്തൊരിക്കലും ഒരു മനുഷ്യനും നിന്റെ നേരെ നിൽക്കയില്ല. ഇന്ന് പകല വാഗ്ദത്തങ്ങളുടെ വലിപ്പത്തിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഓരോ പ്രാവശ്യം പ്രശ്നമുള്ളപ്പോഴും തറയിലേക്ക് അടിച്ച റബ്ബർ പന്ത് എന്ന വണ്ണം, ഭിത്തിയിലേക്ക് അടിച്ച കാറ്റ് നിറച്ച റബ്ബർ പന്ത് എന്ന വണ്ണം പലതും ബൗൺസ് ചെയ്ത് വരുമ്പോൾ വീണ്ടും വീണ്ടും ശക്തിയോടെ നിർത്താനുള്ള കാരണം ആ വാഗ്ദത്തം ഉള്ളിൽ മുഴങ്ങുന്നതാണ്. ഒരു മനുഷ്യനും നിന്റെ ജീവകാലത്തൊരിക്കലും
ഒരു മനുഷ്യനും നിന്റെ നേരെ നിൽക്കയില്ല. ഞാൻ ഇങ്ങനെ പറയാം, പിശാചേ, ഒരു മനുഷ്യനും ഒരാത്മാവും എൻ്റെ നേരെ നിൽക്കയില്ല, ഒരു ശക്തിയും എൻ്റെ നേരെ നിൽക്കയില്ല. കാര്യം സർവശക്തൻ്റെ കൈകൊണ്ട് എൻ്റെ വലങ്കരം പിടിച്ചിരിക്കുന്നതിനാൽ, ഇന്നെന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, സർവശക്തൻ്റെ വലങ്കരം പിടിച്ചിരിക്കുന്നതിനാൽ ഒന്നും നമ്മെ തൊടാതെ വണ്ണം നടത്തുവാൻ കഴിയുന്ന ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കാം. ആ കാലഘട്ടങ്ങളിൽ എൻ്റെ 12, 13, 14 വയസ്സ് വരെയൊക്കെ എന്നോട് ഇടപെട്ടുകൊണ്ടിരുന്ന വലിയ വാക്യങ്ങളിൽ, ശക്തിയേറിയ വാക്യങ്ങളിൽ ഒന്നായിരുന്നു, ഞാൻ എൻ്റെ ദേശത്തെ ഉന്നതങ്ങളിന്മേൽ വാഹനമേറ്റു. ഒരനർത്ഥം നിനക്ക് ബാധിക്കയില്ല, ഒരു ബാധ നിന്റെ കൂടാരത്തിന് അടുക്കയില്ല. നിന്റെ ജീവകാലത്തൊരിക്കലും ഒരു മനുഷ്യനും നിനക്ക് നേരെ നിൽക്കയില്ല. ഞാൻ നിന്നെ ഭൂമിയുടെ ഉന്നതങ്ങളിൽ യാത്ര ചെയ്യിക്കും. എൻ്റെ ദൈവത്തിൻ്റെ വാഗ്ദത്തങ്ങൾ കർത്താവ് നിർവഹിച്ചതിനാൽ കർത്താവിനെ സ്തുതിക്കുന്നു. എന്നെ കേൾക്കുന്ന ദൈവ പൈതലേ, നിങ്ങൾ ദൈവസഭയുടെ ഭാഗമെങ്കിൽ ഇന്ന് ഈ ഒരു അധികാരത്തിൻ്റെ വാക്ക് ഞാൻ നിങ്ങളിലേക്ക് കൈമാറട്ടെ. നിന്റെ ജീവകാലത്തൊരിക്കലും ഒരുത്തനും നിനക്കെതിരെ നിൽക്കയില്ല. രണ്ടാമത്തെ കീവേഡ് യോശുവയുടെ പുസ്തകം 1-ാം അധ്യായം 7-ഉം 8-ഉം വാക്യങ്ങളാണ്. രണ്ടാമത്തെ കീവേഡ് 1-ാം അധ്യായം 7-ഉം 8-ഉം വാക്യങ്ങളാണ്. എൻ്റെ ദാസനായ മോശ നിന്നോട് കൽപ്പിച്ചിട്ടുള്ള ന്യായപ്രമാണമൊക്കെയും അനുസരിച്ച് നടക്കേണ്ടതിന് നല്ല ഉറപ്പും ധൈര്യമുള്ളവനായി മാത്രം ഇരിക്കുക. ചെല്ലുന്നിടത്തൊക്കെയും നിശുഭമായിരിക്കേണ്ടതിന് അത് വിട്ടിടത്തോട്ടോ വലത്തോട്ടോ മാറരുത്. ഈ ന്യായപ്രമാണ പുസ്തകത്തിലുള്ളത് നിന്റെ വായിൽ നിന്ന് നീങ്ങിപ്പോകരുത്. അതിൽ എഴുതിയിരിക്കുന്നത് പോലെ ഒക്കെയും പ്രമാണിച്ച് നടക്കേണ്ടതിന് നീ രാവും പകലും അത് ധ്യാനിച്ചു കൊണ്ടിരിക്കണം. എന്നാൽ നിന്റെ പ്രവൃത്തി സാധിക്കും, നീ കൃതാർത്ഥനായിരിക്കും. ഒരു ദൈവവചനനെ കുറിച്ച് ദൈവം ആഗ്രഹിക്കുന്നത് രാവും പകലും ധ്യാന വിഷയമായി ദൈവവചനം നമ്മുടെ ഉള്ളിൽ കാണണം. മോശയുടെ കാലത്ത് മോശ സകല വിദ്യയിലും, മിസ്രയീമിലെ സകല വിദ്യയിലും നിപുണനായിരുന്നു. അദ്ദേഹത്തിൻ്റെ അമ്മ അദ്ദേഹത്തെ ദൈവവചനം പഠിപ്പിച്ചതിനാൽ, ദൈവവചനമൊന്നും പറയാനൊക്കത്തില്ല, അബ്രഹാം മുതലുള്ള ചരിത്രവും ഇസ്രായേലിൻ്റെ പാരമ്പര്യങ്ങളും അവരുടെ ഇടയിലുള്ള നടപ്പ് സംസാരങ്ങളും പഠിപ്പിച്ചതിനാൽ മോശ സകലത്തിലും സകല ഇടത്തും ഭക്തനും ശക്തനും കഴിവുള്ളവനുമായിരുന്നു. ആ മോശ തൻ്റെ കഴിവുകൾ ഉപയോഗിച്ച് പദ്യങ്ങൾ ഉണ്ടാക്കുകയും ദൈവകൽപ്പനകൾ പദ്യങ്ങളുടെ രൂപത്തിലാക്കി ജനത്തെ പഠിപ്പിക്കുകയും ചെയ്തു. പാട്ട് മനഃപ്പാടമാക്കുന്നത് എളുപ്പമാണ്. അങ്ങനെ പഠിപ്പിച്ചേച്ച് യോശുവയോട് പറയുക, എൻ്റെ ദാസനായ മോശ നിന്നോട് കൽപ്പിച്ചിട്ടുള്ള ന്യായപ്രമാണമൊക്കെയും അനുസരിച്ച് നടക്കേണ്ടതിന് നല്ല ഉറപ്പും ധൈര്യമുള്ളവനായി മാത്രം ഇരിക്കുക. ചെല്ലുന്നിടത്തൊക്കെയും നിശുഭമായിരിക്കേണ്ടതിന് അത് വിട്ടിടത്തോട്ടോ വലത്തോട്ടോ മാറരുത്. 8-ാം വാക്യം ഒന്നുകൂടെ നോക്കാം. ഈ ന്യായപ്രമാണ പുസ്തകത്തിലുള്ളത് നിന്റെ വായിൽ നിന്ന് നീങ്ങിപ്പോകരുത് എന്ന് പറഞ്ഞാൽ ആ പാട്ട് നീ ആവർത്തിച്ചുകൊണ്ടിരിക്കണം. മോശ നിന്നെ പാട്ടായിട്ട് പഠിപ്പിച്ചിട്ടുണ്ട്, അത് പാടിക്കൊണ്ടിരിക്കണം. കണ്ട സോഷ്യൽ മീഡിയയുടെ പുറകിലും കണ്ട ലോകത്തിൻ്റെ പാട്ടിൻ്റെ മുമ്പിലും മൂളിപ്പാട്ടായി എങ്കിലും പാടിക്കൊണ്ടിരിക്കാനല്ല, വചനം ധ്യാനിക്കുവാൻ ഒരു ദൈവബദലിന് കഴിയണം. അത് നിന്റെ വായിൽ നിന്ന് നീങ്ങിപ്പോകരുത്. അതിൽ എഴുതിയിരിക്കുന്നത് പോലെ ഒക്കെയും പ്രമാണിച്ച് നടക്കേണ്ടതിന് നീ രാവും പകലും അത് ധ്യാനിച്ചു കൊണ്ടിരിക്കണം. അത് ധ്യാനിച്ചെങ്കിൽ മാത്രമേ അതിനനുസരിച്ച് ജീവിക്കാൻ കഴിയുകയുള്ളൂ. 119-ാമത്തെ സങ്കീർത്തനം പറഞ്ഞ്, യഹോവേ, ഞാൻ അങ്ങയോട് പാപം ചെയ്യാതിരിക്കേണ്ടതിന് അങ്ങയുടെ വചനത്തെ ഞാൻ ഹൃദയസ്ഥമാക്കി മനഃപ്പാടമാക്കി. കാണാതെ പഠിക്കുവാൻ കാര്യം അങ്ങയോട് പാപം ചെയ്യാതിരിക്കാനാ. നീ രാവും പകലും അത് ധ്യാനിച്ചു കൊണ്ടിരിക്കണം. എന്നാൽ നിന്റെ പ്രവൃത്തി സാധിക്കും, നീ കൃതാർത്ഥനായി ഇരിക്കും. യേശുവിൻ്റെ നാമത്തിൽ അനേകരും കൂടെ കൃതാർത്ഥരായി മാറേണ്ടതിന് ഈ വാഗ്ദത്തം നമ്മുടെ മേലിരിക്കട്ടെ. യോശുവയുടെ പുസ്തകം 11-ാം അധ്യായത്തിൻ്റെ 23-ാമത്തെ വാക്യം, യഹോവ മോശയോട് കൽപ്പിച്ചതുപോലെ ഒക്കെയും യോശുവ ദേശം മുഴുവനും പിടിച്ചു. ഒടുവിലൊരു കീ വേർഡും കൂടെ എടുക്കുക. 11:23, യഹോവ മോശയോട് കൽപ്പിച്ചതുപോലെ ഒക്കെയും യോശുവ ദേശം മുഴുവനും പിടിച്ചു. യോശുവ അതിനെ ഇസ്രായേലിന് ഗോത്രം ഗോത്രമായി വിഭജിച്ചു കൊടുത്തു. ഇങ്ങനെ യുദ്ധം തീർന്നു, ദേശത്തിന് സ്വസ്ഥത വന്നു. ഇങ്ങനെ യുദ്ധം തീർന്നു, ദേശത്തിന് സ്വസ്ഥത വന്നു. ജാതികളിൽ ആരെയൊക്കെ മാറ്റണം എന്ന് ദൈവം പറഞ്ഞു, എങ്ങനെയൊക്കെ നീക്കണം എന്ന് ദൈവം പറഞ്ഞു. അവിടെയും ഇവിടെയും വിട്ടുവീഴ്ചകൾ ധാരാളം വന്നു, അല്ലെങ്കിൽ തെറ്റുകൾ ധാരാളം വന്നു. യോശുവ തന്നെയല്ലല്ലോ വാക്ക് കേട്ടതിൽ അനേകം ആഖാൻ മുതൽ അനേകരും അതിനകത്ത് വ്യത്യാസങ്ങൾ വരുത്തി. എന്തിന് കഴിഞ്ഞ കാലങ്ങളിലേക്ക് പോയാൽ ശൗല് അതിന് വ്യത്യാസം വരുത്തി, അനേകരുടെ കൈകൊണ്ടതിന് വ്യത്യാസം വന്നു. എന്നാൽ യോശുവയുടെ കാലത്ത് ദൈവം പറഞ്ഞതുപോലെ യോശുവ നിർവഹിച്ചു. യുദ്ധം അവസാനിച്ചു, ദേശത്തിന് സ്വസ്ഥത വന്നു. നമ്മൾ ചിലരൊക്കെ സ്വസ്ഥമായൊരു ജീവിതം ഇന്ന് പ്രയാസമാണ്. ഇനിയുള്ള കാലഘട്ടങ്ങളിൽ സ്വസ്ഥതയുള്ള ഒരു ജീവിതം ഇംപോസിബിൾ എന്ന് പറയുന്നവരുണ്ട്.
എന്നാൽ അവരവരെ ദൈവം ഏൽപ്പിച്ച അവരവർക്ക് വീതിച്ച് കിട്ടിയതായ ഭാഗങ്ങളിൽ നാം സ്വസ്ഥത അനുഭവിക്കേണ്ടവരാണ് എന്ന് ഞാൻ കർത്താവിൻ്റെ നാമത്തിൽ ഓർമ്മിപ്പിക്കട്ടെ. ഇന്നൊരു സ്വസ്ഥത അനുഭവിപ്പാൻ ദൈവകരങ്ങളിലേക്ക് നമ്മെ ഏൽപ്പിക്കാം. ഈ 11-ാമത്തെ അധ്യായം തന്നെ താക്കോൽ അധ്യായമായി വേദപണ്ഡിതാക്കൾ ചിത്രീകരിക്കുന്നു. യേശുക്രിസ്തുവിനെ കുറിച്ചുള്ള ചിത്രീകരണങ്ങൾ കണ്ടു. ഈ പുസ്തകം ഇന്ന് പഠിക്കുവാൻ കൃപ തന്ന ദൈവത്തെ ഞാൻ നന്ദിയോടെ സ്തുതിക്കുന്നു. ഞാൻ ഒരു വാക്കിൽ പ്രാർത്ഥിച്ച് ഈ ഭാഗം അവസാനിപ്പിക്കട്ടെ. ഞങ്ങളുടെ കർത്താവും ദൈവവുമേ, ചുരുങ്ങിയ മിനിറ്റുകൾ ഞങ്ങൾ ദൈവസ്ഥാനത്തിൽ എടുക്കുകയും യോശുവയുടെ പുസ്തകത്തിൽ നിന്ന് ഗൗരവമായ ഒരു പഠനം അടിയങ്ങൾ ഏറ്റെടുക്കുകയും ചെയ്തല്ലോ. ഞങ്ങൾ തന്നതിനായി നന്ദി 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 നന്ദി. അങ്ങയുടെ കരങ്ങളിലേക്ക് അങ്ങയുടെ മക്കളെ ഏൽപ്പിക്കുന്നു. സർവശക്തനായ ദൈവത്തിൻ്റെ ബലമുള്ള കരം ഇനിയും അവരോടുകൂടിയിരിക്കണേ. കർത്താവ് ഞങ്ങളെ നടത്തണേ. മഹത്വം കർത്താവ് എടുക്കണം. അത് യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ.